പിണറായി വിജയൻ തോറ്റു, അതൊരു യാഥാർത്ഥ്യമാണ്. 35 സീറ്റിലേക്ക് ഒതുങ്ങി, അത് വലിയ യാഥാർത്ഥ്യമാണ്. കേരള കോൺഗ്രസ് ശൂന്യമായി, ഒരു സീറ്റും ജയിച്ചില്ല. മാണി കോൺഗ്രസ് ഒരു സീറ്റിലും ജയിച്ചില്ല. ഒരു MLA ഇല്ലാത്ത, ചരിത്രത്തിലില്ലാത്ത, KM മാണിക്ക് സാറിൻ്റെ പാർട്ടിക്ക് ചരിത്രത്തിലില്ലാത്ത തോൽവിയിലേക്ക് അവർ പോയി. CPM CPI മാത്രമാണുള്ള, പിന്നെ ഒരു ജനതാദളിൻ്റെ മറ്റൊരാൾ കൂടെ കൂത്തുപറമ്പിൽ ജയിച്ചിട്ടുണ്ട്. ബാക്കി 35 സീറ്റിൽ 9 സീറ്റോ മറ്റോ 26 സീറ്റ് CPM ജയിച്ചു. ബാക്കി 26 പോയിട്ട് 35-ൽ 26, 9 സീറ്റിൽ 8 സീറ്റോ മറ്റോ CPI ജയിച്ചു. ഒരു സീറ്റ് ഒരു കൂത്തുപറമ്പിൽ ഒരാൾ ജയിച്ചു. അപ്പോൾ ഇത്രയാണ് ജയിച്ചത്. 35 സീറ്റ് ജയിച്ചുള്ളൂ. അവർക്ക് രാജ്യസഭാ മെമ്പറെ പോലും കേരളത്തിൽ നിന്ന് കയറ്റി വയ്ക്കാൻ കഴിയാത്ത രീതിയിൽ അമ്പേ പരാജയപ്പെട്ടു. എന്നാൽ ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് പിണറായി വിജയൻ രാജിവെക്കണ്ടേ? LDF അല്ലാതെ മറ്റാരുണ്ടെന്നുള്ള ചോദ്യത്തിന് മറ്റാളുണ്ടെന്ന് ജനം പറഞ്ഞില്ലേ? വീട്ടിൽ പോടാ എന്ന് പറഞ്ഞില്ലേ? കയറിപ്പോടാ എന്ന് പറഞ്ഞില്ലേ? നമ്മൾ കൊച്ചുകുട്ടികളെടുത്ത് റോഡിൽ ഇറങ്ങിയെന്ന് ബഹളം കാണിക്കും, കയറിപ്പോടാ എന്ന് പറയില്ല. അതുപോലെ കയറിപ്പോടാ എന്ന് പറഞ്ഞില്ലേ ജനങ്ങൾ? എന്തേ കയറിപ്പോകാത്തത്? വീണ്ടും പ്രതിപക്ഷ നേതാവെന്ന് പറഞ്ഞു വന്നിരിക്കുന്നു. എന്തിനാണ്? ഈ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ജനങ്ങളെ പറയുന്നു. പിന്നെ ഗോവിന്ദൻ മാഷ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, വീട്ടിൽ നിന്ന് ഭാര്യ പോലും പറഞ്ഞത്, ശ്യാമള ടീച്ചർ പോലും പറഞ്ഞത്, നിങ്ങളുടെ ഈ അഴുക്ക സ്വഭാവം കളയണം, അല്ലെങ്കിൽ ജനങ്ങൾ നിങ്ങളെ കൈകാര്യം ചെയ്യുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് ഭാര്യയ്ക്ക് സീറ്റ് കൊടുക്കുന്നു, വളരെ പ്രധാനപ്പെട്ട TK ഗോവിന്ദന് സീറ്റ് കൊടുക്കുന്നില്ല, സുകന്യയ്ക്ക് സീറ്റ് കൊടുക്കുന്നില്ല. അവസാനം TK ഗോവിന്ദൻ അവിടെ മത്സരിക്കുന്നു, അദ്ദേഹം വലിയ വോട്ടിൽ ജയിക്കുന്നു. അപ്പുറത്ത് V കുഞ്ഞികൃഷ്ണൻ പയ്യന്നൂർ മത്സരിക്കുന്നു. മധുസൂദനൻ എന്ന് പറയുന്ന വലിയ ജായിൻറ്റിനെ, CPMൻ്റെ ബിഗ് ജായിൻറ്റിനെ മലർത്തിയടിച്ച് V കുഞ്ഞികൃഷ്ണൻ MLA ആകുന്നു. RSPയുടെ വലിയ മാറ്റമുണ്ടാകുന്നു. അപ്പോഴും ഒരു ഉളുപ്പുമില്ലാതെ പാർട്ടി സെക്രട്ടറിയും തുടരുന്നുണ്ട്, പിണറായി വിജയനും തുടരുന്നുണ്ട്. രണ്ടുപേർക്ക് ഉളുപ്പില്ല. ഉളുപ്പ് നമ്മുടെ BSൻ്റെ ഭാഷയിൽ പറഞ്ഞ ഉളുപ്പ് വേണമിടോ, ഉളുപ്പ് ഇല്ലാതെ തുടരുകയാണ്. ആരോടാണിത് പറയുക? തിരുത്തണമെന്നാണ് പറയുന്നത്. പാവപ്പെട്ട പാർട്ടി മെമ്പർമാർ എന്ത് തിരുത്താൻ? പാവപ്പെട്ട ലോക്കൽ കമ്മിറ്റി മെമ്പർമാർ, ഏരിയ കമ്മിറ്റി മെമ്പർമാർ, ഏരിയ സെൻറ്ററുകാർ, ജില്ലാ കമ്മിറ്റി മെമ്പർമാർ, ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ എന്ത് തിരുത്താൻ? തിരുത്തേണ്ടത് മുകളിലാണ്, പോളിറ്റ് ബ്യൂറോയിലാണ്. പിണറായി വിജയനാണ്, ഗോവിന്ദ മാഷാണ്, MA ബേബിയാണ് തുടങ്ങിയ വൻകിട നേതാക്കൾ, വിജയരാഘവനാണ്, AK ബാലനാണ്, MM മണിയാണ്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട നേതാക്കളാണ്. നാവ് കൊണ്ട് തിരുത്തണം, പ്രവൃത്തി കൊണ്ട് തിരുത്തണം. അങ്ങനെ തിരുത്തിയാൽ സ്വാഭാവികമായിട്ട് ഇനിയും അവർക്ക് മത്സരിക്കാം. പക്ഷെ തിരിച്ചു ഭരണ കാര്യം വലിയ പ്രയാസമാണ്. കാരണം VD സതീശനൊക്കെ നല്ല ഭരണമായിരിക്കും, അഴിമതിയൊന്നുമില്ലാതെ വളരെ നല്ല ഭരണമായിരിക്കും. ഭരിച്ചാൽ വീണ്ടും പുള്ളിക്ക് 10 മടങ്ങ് സീറ്റോടുകൂടി തിരിച്ചു വരാം. അതുകൊണ്ട് ഈ ഗവൺമെൻറ്റിൽ അങ്ങനെ വലിയ അഴിമതിക്കാരും കൊള്ളക്കാരും ഒന്നും ആരെയും മന്ത്രിമാരാക്കിയിട്ടില്ല. അവർ നന്നായി ഭരിക്കും. ആ ഭരണത്തിൻ്റെ ഗുണം കിട്ടുകയും അവർ വീണ്ടും വരിക തന്നെ ചെയ്യും. അപ്പോഴും CPM ഇവിടെ നിലനിൽക്കണമെങ്കിൽ പിണറായി വിജയൻ മാറണം, പുതിയ നേതൃത്വം വരണം. അത് ആളുകൾ ഇങ്ങനെ തപ്പിപ്പിടിച്ച് താങ്ങിപ്പിടിച്ച് പിണറായി വിജയനെ നിൽക്കട്ടെ എന്ന് പറയുന്നതിനകത്ത് ഒരു കാര്യമില്ല. പിണറായി വിജയൻ മാറണം. അതുപോലെ മാറേണ്ടതാണ് നമ്മുടെ ഗോവിന്ദ മാഷും. അവർ മാറിയാൽ പാർട്ടിക്കൊരു സാധ്യത വീണ്ടും കാണുന്നുണ്ട്. അതും ഭരണത്തിൽ വരാൻ പറ്റത്തില്ല, പക്ഷേ നല്ല പ്രതിപക്ഷമായിട്ടിരിക്കാം. 70 സീറ്റിൽ നിന്ന് മറ്റൊരു 75 പിടിക്കുമ്പോൾ ഇവർക്ക് 65 പിടിച്ച് നല്ല പ്രതിപക്ഷമായിട്ടിരിക്കാം. എന്നാൽ അടുത്ത കുറച്ചു കാലത്തേക്ക് കേന്ദ്രത്തിൽ മോദിയുടെ കാര്യം പറഞ്ഞനക്ക്, കേന്ദ്രത്തിൽ മോദി, ഇവിടെ സതീശൻ, കുറച്ചു കാലത്തേക്ക് പ്രയാസമായിരിക്കും. 2050 വരെ പ്രയാസമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. എന്തായാലും സതീശൻ്റെ കാലമാണ് ഇനി വരുന്നത്. തീർച്ചയായിട്ടും കാര്യങ്ങൾ നടക്കട്ടെ. വളരെ മനോഹരമായിട്ടുള്ള രീതിയാണ്. ഗോവിന്ദ മാഷിൻ്റെ അപ്പം ട്രെയിലൊക്കെ എടുത്ത് ദൂരെ കളഞ്ഞു. ആ മഞ്ഞക്കുറ്റിയെല്ലാം വലിച്ചു വാരി കളഞ്ഞു. ജനങ്ങൾ വളരെ ഹാപ്പിയാണ്. വളരെ ഹാപ്പി ആയിട്ടുണ്ട്. സിംഗപ്പൂർ ആക്കാമെന്ന് പറഞ്ഞു. സിംഗപ്പൂരും ആക്കണ്ട, ഒന്നും ആക്കണ്ട. ജനങ്ങൾ പറഞ്ഞു വീട്ടിൽ പോടേ എന്ന് പറഞ്ഞു. ഓരോ 10 മിനിറ്റിലും കയറി നിന്നാൽ ട്രെയിന്, ആദ്യത്തെ 20 മിനിറ്റിൽ നിന്നാൽ ട്രെയിന് വരും. 10 മിനിറ്റ് ഇരിക്കുമ്പോൾ അടുത്ത ട്രെയിന്. പിന്നെ ഇവിടെ നിന്ന് അപ്പം ഉണ്ടാക്കി എറണാകുളത്തുകൊണ്ട് വിറ്റിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് അപ്പം ഉണ്ടാക്കി, അവിടെ നിന്ന് കയറി പാലക്കാട്ടുകൊണ്ട് അപ്പം ഉണ്ടാക്കി. എന്തൊരപ്പം ഉണ്ടാക്കലായിരുന്നു! വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ജനങ്ങൾക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. കേരളത്തിലെ മുഴുവൻ പരിസ്ഥിതി നാശമുണ്ടാക്കുന്ന, എക്കണോമിക്കലി ഫീസിബിൾ ഇല്ലാത്ത, നല്ലൊരു DPR പോലും ഇല്ലാത്ത ഒരു കൃത്യമായ ഒരു പരിപാടിയാണ് വന്നത്. അതെല്ലാം നാശക്കോട്ടയായി പോയി. അതുകൊണ്ട് തീർച്ചയായിട്ടും നല്ലതായി വരട്ടെ കാര്യങ്ങൾ. ഗോവിന്ദ മാഷ് രാജിവെക്കുന്നതാണ് ഇപ്പോൾ നല്ലത്. വേറൊരു സെക്രട്ടറി കൊടുക്കുക. ഇനി അത് പാർട്ടി ഈ പറഞ്ഞ കണക്ക് 3 വർഷത്തേക്കാണ് തിരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് പാർട്ടി കോൺഗ്രസ് അല്ലെങ്കിൽ പാർട്ടി സമ്മേളനം വന്നാലേ മാറുള്ളെന്ന് പറഞ്ഞെങ്കിൽ പിണറായിയോട് രാജിവെക്കാൻ പറയുക. അത് MLA സ്ഥാനവും രാജിവെക്കണം. കാരണം അബ്ദുൾ റഷീദ് 5 റൗണ്ടാണ് ബാക്കിലാക്കിയത്. 1-2 റൗണ്ടല്ല, 5 റൗണ്ടാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെയും പറഞ്ഞു വിടേണ്ടതാണ്. അത് MLA സ്ഥാനം കൂടി രാജിവെക്കേണ്ടതാണ്. പൊളിറ്റിക്കൽ കരിയർ തന്നെ മനസ്സിലാക്കി നിർത്തി വേണമെങ്കിൽ പോളിറ്റ് ബ്യൂറോയിൽ മാത്രമേ ഇരിക്കാൻ. EMS ഒക്കെ ചെയ്ത മാതൃകയുണ്ട് ഇവിടെ. EMS നേരെ ഇതുപോലെ അദ്ദേഹത്തിനൊരു കാലഘട്ടം, അദ്ദേഹം തോറ്റല്ല മാറിയത്, പക്ഷേ ഒരു കാലഘട്ടം കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞാനിനി മത്സരിക്കാനില്ല എന്നും പാർലമെൻറ്റ് രംഗത്തുമില്ല പാർട്ടി രംഗത്തുമില്ല എഴുത്തും വായനയുമായിട്ട് അദ്ദേഹം മാറി.
എഴുത്തുമാനായിട്ട് പോകാൻ എഴുത്തുമാനെ അറിയാമെന്നുള്ള ആളല്ല. ഈ അങ്ങനെ ലേഖനമൊന്നും എഴുതി പുസ്തകമൊന്നും എഴുതുന്ന ആളല്ല പിണറായി. അതുകൊണ്ട് എഴുത്തുമാനായിട്ടും പ്രഭാഷണമായിട്ടൊന്നും കഴിയാൻ പറ്റത്തില്ല. പക്ഷേ എ.കെ. ആൻ്റണിയൊക്കെ ഇരിക്കും പോലെ, വി.എം. സുധീരനെ പോലെ ഒരു സീനിയർ നേതാവായി എന്തെങ്കിലുമൊക്കെ ഫംഗ്ഷനുകളിലൊക്കെ വരുന്നൊരു നേതാവായി പിണറായി തുടരണം. അദ്ദേഹം രാജിവെക്കണം. തീർച്ചയായിട്ടും വേറെ അടുത്ത രാജീവനെ, നമ്മുടെ ബാലഗോപാലിനെ പ്രതിപക്ഷ നേതാവ് സ്ഥാനം ഏൽപ്പിക്കണം. പ്രതിപക്ഷ നേതാവായിട്ട് CPI-യിലെ രാജനെ അങ്ങനെ വയ്ക്കണം. അങ്ങനെ തീർച്ചയായിട്ടും നിങ്ങൾ ഒരു കേരളത്തിലെ ഒരു റിലവൻ്റായി നിൽക്കുന്നൊരു പാർട്ടിയായി മാറട്ടെ. പക്ഷെ അപ്പോഴും ഭരണത്തിൽ വരുന്ന കാര്യം കുറച്ച് പ്രയാസം ആയിരിക്കും.